ദ സ്പൈസി ടീലിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഓണം സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതാണ് പുളിയിഞ്ചി. പുളിയും മധുരമൊക്കെ ഒരുപോലെയുള്ള നല്ലൊരു ഡിഷാണ്. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. 2 വലിയ പിടി പുളി എടുത്തിട്ടുണ്ട്. ഇത് വെള്ളത്തിൽ കുതിർത്ത് ഇട്ടിട്ടുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ കുതിർന്ന് കഴിഞ്ഞാൽ അത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്. അത് അടുപ്പത്തേക്ക് വെച്ചിട്ട് പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 കപ്പ് വെള്ളത്തോളം ഉണ്ട് ഇത്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഇനി നന്നായിട്ടിത് കുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുന്നുണ്ട്. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട സീസണിങ്ങിന് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 2 വലിയ പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. ആവശ്യത്തിന് വേണ്ട കറിവേപ്പില ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ സോർട്ട് ചെയ്യാം. അതിനുശേഷം നമ്മളുടെ പുളിവെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അതിലേക്കൊരു 4 അച്ച് ശർക്കര ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാം. ശർക്കര ഒന്ന് റെഡിയായി ഉരുകി വരുമ്പോൾ നമുക്ക് നമ്മളുടെ സോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തിളച്ചുകൊണ്ടിരിക്കുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി ഒന്നുകൂടെ നമുക്ക് കുറച്ച് പൊടികളുടെ ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് അതിന് ഉഴുന്ന് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. 3/4 ടേബിൾ സ്പൂൺ ഉലുവ ആഡ് ചെയ്തിട്ടുണ്ട്. അതും ഡ്രൈ റോസ്റ്റ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ എള്ള ആഡ് ചെയ്തിട്ടുണ്ട്. കഴുകിയിട്ട് ആഡ് ചെയ്തതാണ്. അതും ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതൊക്കെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നന്നായിട്ട് പൊടിച്ച ശേഷം നമ്മളുടെ തിളച്ചുകൊണ്ടിരിക്കുന്ന പുളിയിഞ്ചിയിലേക്ക് അതും കൂടി ആഡ് ചെയ്യാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് വറുത്തിടാനായിട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെയാണ്. 1 ടേബിൾ സ്പൂൺ കടുക് ആഡ് ചെയ്തിട്ടുണ്ട്. 4 വറ്റൽമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ഏകദേശം റെഡിയായപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ശർക്കരയുടെ മധുരം കുറവാണെന്ന് തോന്നിയപ്പോൾ 1 അച്ചുകൂടെ ഞാൻ ശർക്കര ചേർത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. ബൈ.